ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം. ഇത് നടക്കുന്നത് ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുന്നെയാണ്. ആ കാലഘട്ടത്തുണ്ടായിരുന്ന സൗരയൂഥത്തിൽ ജൂപ്പിറ്ററിനും മാർസിനും ഇടയിൽ ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് മാൽഡെക്. മാൽഡെക് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രഹമായിരുന്നു. നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്നത് പോലെ ഓഷ്യൻസ് ഉണ്ടായിരുന്നു, സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു, ലാൻഡ് മാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമി പോലത്തെ ഒരു ഗ്രഹം. അതോടൊപ്പം ഈ ഒരു ഗ്രഹത്തിന് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു, അതായത് ഒരു ചന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചന്ദ്രനെ പോലെ ഒരു നിർജീവമായിട്ടുള്ള ഒരു പാറക്കല്ല് മാത്രമല്ലായിരുന്നു അത്. അവിടെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ത്രൈവ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. മാൽടെക് എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ഹോസ്റ്റ് പ്ലാനറ്റിന്റെ അകത്തുള്ള റിസോഴ്സസിന്റെ മുഴുവനും കളക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു സിവിലൈസേഷൻ. നമ്മൾക്കറിയാവുന്ന ഏതൊരു സിവിലൈസേഷന്റെയും ഒരു പ്രത്യേകതയാണ് അവിടെ എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അതായത് ഒരു കശവിശ ഉണ്ടാവും. ഹ്യൂമൻ സിവിലൈസേഷൻ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ആ ഒരു ഗ്രഹത്തിൽ വെച്ച് വലിയൊരു യുദ്ധം സംഭവിക്കുന്നു. ഇവർ നമ്മളെക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധം അവർ നിന്നിരുന്ന ആ ഒരു പ്ലാനറ്റിൽ ഒതുങ്ങിയില്ല. അതിന്റെ ഫലമായി ഇവരുടെ ഹോസ്റ്റ് പ്ലാനറ്റ് ആയിട്ടുള്ള മാൽഡെക് എന്ന് പറയുന്ന ആ ഒരു ഗ്രഹം, ആ ഒരു അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രഹം നശിക്കപ്പെടുന്നു. ഇത് വളരെയധികം സിവിയർ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ നിന്നിരുന്ന ആ ഒരു സ്ഥലവും നശിച്ചു പോകുന്നു. ഇനിയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഇവർ ജീവിച്ചു വന്ന ആ ഒരു ഗ്രഹമില്ലേ, ആ ഗ്രഹത്തിനെയാണ് നമ്മൾ ഇപ്പോ മാഴ്സ് എന്ന് വിളിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഓപ്ഷൻ ആണ് സ്റ്റാർ മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സാധാരണ ഫ്രെയിം അല്ല, പകരം ഒരു മെമ്മറിയാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ത്യയിൽ ഇത്രയും ക്വാളിറ്റിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഏക ടീംസ് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റാർ മാപ്പിന്റെ പുറയിൽ കാണുന്ന ആ ഒരു നക്ഷത്രങ്ങളുടെ പാറ്റേൺ അത് ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഈ ഒരു സ്റ്റാർ മാപ്പ് ഇവർക്ക് മാത്രമുള്ളതാണ്. അത്രയ്ക്ക് സ്പെഷ്യലും ഇത് ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം വലിയ ഒരു കോൺവേഴ്സേഷൻ സ്റ്റാർട്ടറും കൂടിയാണ്. ഇതുപോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ മാപ്പുകൾ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശരിയാണ്, ഇതൊക്കെ വെറും സയൻസ് ഫിക്ഷൻ മാത്രമല്ല. ഇനി അടുത്ത മാർവലിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ കോപ്പി അടിച്ച് പറയുന്നതെന്ന് പറയണ്ട, കാരണം ഇതിന് ഒരുപാടധികം സയന്റിഫിക് ബാക്കപ്പ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ സൗരയൂഥത്തിൽ എങ്ങനെയാണ് ഓരോരോ ഗ്രഹങ്ങളും ഉണ്ടായി വന്നത്? ഏകദേശം ഒരു 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സൂര്യൻ ഒരു പ്രോട്ടോസൺ എന്ന രൂപത്തിൽ നിൽക്കുന്നു. അങ്ങനെ സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഒരുപാടധികം മെറ്റീരിയൽസ് ബാക്കി വരുന്നു. ഈ മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് ലക്ഷം വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇത്തരം മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഓരോരോ ഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നു. അങ്ങനെയാണ് നമ്മുടെ സൗരയൂഥം ഉണ്ടായി വന്നത് എന്നുള്ളൊരു തിയറി ആയിരിക്കാം നിങ്ങളുടെ ടീച്ചർ മിക്കവാറും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ ടീച്ചർമാരൊന്നും പറഞ്ഞു തരാത്ത വേറൊരു വലിയ കുഴപ്പം ഈ ഒരു തിയറിക്കുണ്ട്. 45,000 മൈൽസ് പെർ അവർ വേഗതയിലാണ് സൂര്യൻ ഉണ്ടായതിനു ശേഷം സൂര്യന് ചുറ്റും ഒരുപാടധികം അവശിഷ്ടങ്ങൾ, അതായത് കുഞ്ഞു മണൽത്തരി പോലത്തെ ഒരു സംഭവങ്ങളല്ല സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും വേഗതയിലൂടെ ഓർബിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എല്ലാം കൂട്ടി യോജിച്ചിട്ടാണ് ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ ഇത്രയും വേഗതയിലൂടെ യാത്ര ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസ് കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും വേഗതയിൽ കൊളൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ പിന്നെയും ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ്. രണ്ട് വണ്ടികൾ തമ്മിൽ ഹൈ സ്പീഡിൽ വന്ന് ക്രാഷ് ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. പിന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ സൂര്യനില്ലേ, അതിന്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഇല്ലേ, അത് എല്ലായിടത്തു നിന്നും ഒരേ ഫോഴ്സിലാണ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യന് ചുറ്റും കണ്ടുവരുന്ന ഗ്രഹങ്ങളില്ലേ, അത് ഒരിക്കലും ഇങ്ങനെ യൂണിഫോം പോലെ ഒരൊറ്റ പ്ലെയിനിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യരുത്. അതായത് ഇങ്ങനെ പലയിടത്തു കൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരണം. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ നിരന്ന് നിന്ന് ഓർബിറ്റ് ചെയ്യുന്നത് പോലെയാണ്. പൊതുവെ ഉത്തരം കിട്ടാത്ത ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രലോകം ഒരു കോയിൻസിഡൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുണ്ട്. എന്നാൽ ഇവർ ഈ പറയുന്ന ഒരു കോയിൻസിഡൻസ് ആണ് ശാസ്ത്രലോകത്തെ ഇപ്പോഴും കുഴപ്പിക്കുന്നത്. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിൽ വേറെ ഒരുപാടധികം സോളാർ സിസ്റ്റംസ് ഉണ്ട്, ഒരുപാടധികം സൗരയൂഥങ്ങളുണ്ട്.
അപ്പോ അതിനു ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഓരോരോ ഗ്രഹങ്ങളുടെ ആ ഒരു കണക്കെല്ലാം ഒരുപാടധികം സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതിനെപ്പറ്റി അനലൈസ് ചെയ്തപ്പോഴാണ് ഒരുപാടധികം പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത്. നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് സാറ്റേൺ, ജൂപ്പിറ്റർ എന്ന് പറയുന്ന പോലെ ഗ്യാസ് ജയന്റ്സ് എന്ന് പറയുന്ന വലിയ വലിയ പ്ലാനറ്റുകളൊക്കെ ഇല്ലേ, അത് സൂര്യനിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹോസ്റ്റ് സ്റ്റാറിൽ നിന്നും ഒരുപാടധികം ദൂരത്താണ് ശരിക്കും കണ്ടുവരേണ്ടത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇവർ ഈ തരത്തിലുള്ള സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് മറ്റുള്ള സോളാർ സിസ്റ്റത്തിനെ നോക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ സൂര്യനും മെർക്കുറിയും തമ്മിലുള്ള ഒരു അകലമില്ലേ, അതിനേലും അടുത്തൂടെ മറ്റുള്ള സൗരയൂഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ഗ്യാസ് ജയന്റ്സ് അവരുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷേ അത് സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ ടോം വാൻ ഫ്ലാങ്ടൺ, ഇദ്ദേഹം ഒരു PhD ഹോൾഡറും ഒരു സയന്റിസ്റ്റും കൂടിയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ടാണ് മിലിറ്ററി നാവിഗേഷൻസും സാറ്റലൈറ്റ് ട്രാക്കിംഗ് അടക്കം വർക്ക് ചെയ്യുന്നത്. ഇതിലൂടെ മാത്രം ഇദ്ദേഹം എത്ര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇദ്ദേഹവും നമ്മുടെ സൗരയൂഥത്തിനെ പറ്റി വളരെയധികം ക്ലിയർ ആയിട്ട് പഠിക്കുന്നു. ഇവിടെ കണ്ടുവരുന്ന ഓരോരോ ഗ്രഹങ്ങളെ പറ്റിയും അതിന്റെ ഓർബിറ്റൽ ഡിസ്റ്റൻസിനെ പറ്റിയും അതിന്റെ ഓർബിറ്റൽ സ്പീഡിനെ പറ്റിയും അങ്ങനെ വേണ്ടുവോളമുള്ള ഡാറ്റ ഇദ്ദേഹത്തിന്റെ കൈവശം കിട്ടുന്നു. ഇതൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് ഇദ്ദേഹത്തിനും ഒരുപാടധികം പ്രശ്നങ്ങൾ അതിലും കാണാൻ കഴിഞ്ഞത്. അതായത് എന്തൊക്കെയോ എവിടേക്കോ ഒരു തകരാറുള്ളത് പോലെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. എത്ര ആലോചിച്ച് നോക്കിയിട്ടും എത്ര പഠിച്ചിട്ടും ഇതിനുള്ള സൊല്യൂഷൻ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഇദ്ദേഹം പണ്ട് പോലെ പറയുന്ന ഒരു തിയറിയുമായിട്ട് വരുന്നത്. ഈ തിയറിയുടെ പേരാണ് സോളാർ ഫിഷൻ. ഇതൊരു സയന്റിഫിക് തിയറി തന്നെയാണ്, പക്ഷെ ഞാൻ ഇതൊരു കഥയായിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സൂര്യൻ ഉണ്ടായി വരുന്നു. അങ്ങനെ ഈ സൂര്യൻ ഉണ്ടായി വന്ന ഒരു കാലഘട്ടത്ത് ഈ സൂര്യൻ സ്പിൻ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്ന ഒരു വേഗത അത് വളരെയധികം കൂടുതലായിരുന്നു. ഒരു സംഗതി ഇങ്ങനെ വളരെയധികം വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അവിടെ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ് ഒന്ന് കറക്കി നോക്കുക. ഈ വെള്ളമെല്ലാം ആ ഗ്ലാസിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഈ ഗ്ലാസിന്റെ നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി കോൺ പോലെ, അതായത് ഗ്ലാസിന്റെ നടുക്കുള്ള വെള്ളത്തിന്റെ ലെവല് കുറഞ്ഞു വരുന്ന നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഇതിനെയാണ് ശരിക്കും ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി പെട്ടെന്ന് ഞാൻ ഈ ഒരു ഗ്ലാസിനെ അങ്ങോട്ട് അപ്രതീക്ഷിതമായിരിക്കും നിങ്ങൾ വിചാരിക്കുക, ഇതിലുണ്ടായിരിക്കുന്ന ആ ഒരു വെള്ളം മുഴുവനും ഇങ്ങനെ തെറിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഏകദേശം അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ സൂര്യൻ സംഭവിച്ചു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇവിടെ സൂര്യൻ വളരെയധികം വേഗത്തിൽ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ സ്വയം സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരുപാടധികം മാസ് പുറത്തേക്ക് ഇങ്ങനെ ഇജക്ട് ചെയ്തു എന്നാണ് ശരിക്കും ഈ ഒരു തിയറി പറയുന്നത്. അങ്ങനെ ഈ ഇജക്ട് ചെയ്യപ്പെട്ട മാസുകളാണ് ഓരോരോ ഗ്രഹങ്ങളായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടായി വന്നത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഈ ഒരു തിയറിയുടെ ഗുണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാടധികം പ്രശ്നങ്ങളില്ലേ, അത് മുഴുവനും ഈ ഒരു സംഗതി സോൾവ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ സൗരയൂഥത്തിൽ കണ്ടുവരുന്ന ഓരോ ഗ്രഹവും ഇങ്ങനെ ഒരേ ലൈനിൽ കൂടെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്? ഇതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഭാരം കൂടുതലുള്ള ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സൂര്യന് ഒരുപാടധികം ദൂരത്ത് പോയി നിൽക്കുന്നത്? ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ സ്വന്തം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു തിയറി നൽകുന്നുണ്ട്. വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിയറി. അതുപോലെ തന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അവിടെയും വേറൊരു കുഴപ്പം കൂടി കിടക്കുന്നുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൽ കണ്ടുവരുന്ന ഓരോ ഗ്രഹങ്ങളും പെയർ ആയിട്ടാണ് ശരിക്കും ഇരിക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ഗ്രഹമായിട്ടുള്ള വീനസും മൂന്നാമത്തെ ഗ്രഹമായിട്ടുള്ള ഭൂമിയും തമ്മിൽ സൈസിൽ സാദൃശ്യമുണ്ട്. അങ്ങനെ പല പല പെയറുകൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കാണാൻ കഴിയും. പക്ഷേ അതിൽ ഒറ്റപ്പെട്ടെടുക്കുന്ന ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, അത് മാഴ്സ് ആണ്. മാഴ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ വളരെയധികം ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രഹമായിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ മാഴ്സ് നമ്മുടെ സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. വളരെയധികം നീണ്ട അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിലൂടെയാണ് മാഴ്സ് നമ്മുടെ സൂര്യനെ ചുറ്റുന്നത്. വളരെ വളരെ ചെറിയ ഭാരം കുറഞ്ഞ ഒരു പ്ലാനറ്റ് ആണ് മാഴ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ വെറും 11% മാസ് മാത്രമാണ് നമ്മുടെ ചൊവ്വയ്ക്കുള്ളത്. അതായത് വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മെമ്പർ തന്നെയാണ് മാഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുന്നതിലൂടെ ഇദ്ദേഹം ഒരു കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നു. ഒരുപാടധികം വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മൾക്കറിയാൻ പാടില്ലാത്ത എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, മാഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രഹത്തെ ഓർബിറ്റ് ചെയ്തിരുന്ന ഒരു ചന്ദ്രനായിരുന്നു. ഈ ഒരു ഗ്രഹത്തിന് ഇദ്ദേഹം ഇട്ട ഒരു പേരാണ് മാൽഡെക്.
1772 ജോഹാൻ ബോൾസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോണോമർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തിയറി കണ്ടെത്തി. ഇദ്ദേഹം അതിനെ വിളിച്ചിരുന്നത് ബോൾസ് ലോ എന്നായിരുന്നു. സംഭവം വളരെയധികം സിമ്പിൾ ആണ്, പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം ചോദ്യങ്ങൾ തലയിലേക്ക് വരും. അപ്പൊ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ സൗരയൂഥത്തിൽ കണ്ടുവരുന്ന ഓരോ ഗ്രഹങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം, അത് ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നാച്ചുറലി ഫോം ചെയ്ത് വന്ന ഇത്രയും വലിയൊരു സൗരയൂഥത്തിൽ കണ്ടുവരുന്ന ഗ്രഹങ്ങളെല്ലാം ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം കണ്ടെത്തിയ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് മെർക്കുറി മുതൽ സാറ്റേൺ വരെയുള്ള ഗ്രഹങ്ങളുടെ ഓർബിറ്റൽ ഡിസ്റ്റൻസ് ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ കാര്യം വേറൊന്നല്ല, 1772 സാറ്റേൺ വരെയുള്ള ഗ്രഹങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത ഈ ഒരു ലോ ഉപയോഗിച്ച് സൂര്യനിൽ നിന്ന് 2.8 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അകലത്തിൽ ഒരു ഗ്രഹം കണ്ടുവരണം. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഗ്രഹത്തിനെ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം പ്രൊഡിക്ട് ചെയ്ത, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിയമം പറഞ്ഞ ആ ഒരു 2.8 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അപ്പുറം ഒരുപാടധികം വലിയ വലിയ ആസ്ട്രോയിഡ്സുകളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നു. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ഇപ്പോ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് മാഴ്സിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റിന് ഇടയിൽ കണ്ടുവരുന്ന കല്ലുകൾ കൂടി ഉണ്ടാവുന്ന ഒരു പ്രതിഭാസത്തെയാണ് ശരിക്കും ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് ഈ ഒരു സ്ഥാനത്ത് ഒരു ഗ്രഹത്തെയാണ് കാണേണ്ടത്, പക്ഷെ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിന് പകരം ഒരുപാടധികം കല്ലുകളാണ് സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ കണ്ടുവരുന്ന ഇത്തരം ഡിബ്രീസ് എല്ലാം, അതായത് ഇത്തരം കല്ലുകളെല്ലാം കൂട്ടി ഒരുമിച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രഹമായിട്ട് മാറില്ലേ? അതിന്റെ അർത്ഥം ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, അത് മുഴുവനും പണ്ട് ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗ്രഹമായിരുന്നു. കേൾക്കാൻ വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെയും ഒരു കുഴപ്പമുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ കണ്ടുവരുന്ന എല്ലാ കല്ലുകളെയും ഞാൻ കൂട്ടിപ്പിടിച്ച് ഒരു ഗ്രഹമാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ചെറിയൊരു സംഭവം മാത്രമായിരിക്കുള്ളൂ. അതിന്റെ അർത്ഥം ഒരു ഗ്രഹം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ അകത്തില്ല. അപ്പോ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉത്തരവുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഗ്രഹം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ട് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഈ ഗ്രഹത്തിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു അവശിഷ്ടങ്ങളൊക്കെ ഇല്ലേ, അത് പൊട്ടിത്തെറിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിക്കുക നിങ്ങൾ വിചാരിക്കുക. ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് എത്രയധികം ദൂരത്തായിരിക്കും ആ പൊട്ടിത്തെറിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ എത്തിപ്പെടുക. അതേപോലെ തന്നെ ഇവിടെ കണ്ടുവന്ന ആ ഒരു വലിയ ഗ്രഹം പൊട്ടിത്തെറിച്ചപ്പോൾ അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ആസ്ട്രോയിഡ് ബെൽറ്റ് ആയിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം എവിടേക്കോ പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാർഷ്യൻ ഡിക്കോട്ടോമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇത് ചൊവ്വയിൽ കണ്ടുവരുന്ന വലിയൊരു പ്രത്യേകതയാണ്. ചൊവ്വ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നോർത്തേൺ ഹെമിസ്ഫിയർ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അതിന് കാണാൻ കഴിയുന്നത്. പക്ഷെ സദേൺ ഹെമിസ്ഫിയറിലായിക്കോട്ടെ നമുക്ക് വളരെയധികം ഒരുപാടധികം മലകളും കുന്നുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സർഫസ് ആണ് ശരിക്കും സദേൺ ഹെമിസ്ഫിയറിലുള്ളത്. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ വളരെയധികം സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഒരുപാടധികം വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു കടലായിരുന്നിരിക്കാം എന്നുള്ളതാണ്. പിന്നെ സദേൺ ഹെമിസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാൾ 25 കിലോമീറ്റർ തിക്നെസ് കൂടുതലാണ് ഇവിടെ. അതായത് ഒട്ടും തന്നെ സിമിട്രിക്കൽ അല്ലാത്ത ഒരു തിക്നെസ് ആണ് നമുക്ക് ചൊവ്വയിൽ കാണാൻ കഴിയുന്നത്. ഒളിമ്പസ് മോൺസ് എന്ന് പേരുള്ള നമ്മുടെ സൗരയൂഥത്തിലത്തെ ഏറ്റവും വലിയ വോൾക്കാനിക് മൗണ്ടൻ നിൽക്കുന്നത് നമ്മുടെ മാഴ്സിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മാഴ്സിന്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. എന്നാൽ ഒളിമ്പസ് മോൺസിന്റെ നേരെ ഓപ്പോസിറ്റ് അറേബ്യൻ ടെററൈസ് എന്ന് പറയുന്ന വലിയൊരു സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ മനസ്സിലൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ചൊവ്വയുടെ ഒരു സൈഡിൽ ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന ഒരു വലിയ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നു. മലനിരകളല്ല, വലിയൊരു മല ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റും വേറെ ഒരു വലിയ ബൾജ് ഇങ്ങനെ നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ ഭൂമിയും ചന്ദ്രനും തമ്മിൽ ടൈഡലി ലോക്ക്ഡ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ചന്ദ്രന്റെ ഒരു ഫേസ് മാത്രമാണ് നമ്മുടെ ഭൂമിനെ ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഈ
മൂണിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രൻ ഒരു ഓവൽ ഷേപ്പിൽ നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് അല്ല. ചിലപ്പോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഫിനോമിനൻ നമ്മുടെ മാർസിന് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഈ മാർസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നമുക്ക് വലിയ രണ്ട് സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്കൊരു കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം, ചൊവ്വ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രഹമായിരുന്നില്ല, മറിച്ച് അതൊരു വലിയ ഗ്രഹത്തിന്റെ ഒരു സാറ്റലൈറ്റ് മാത്രമായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കും, അത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരുപാട് വർഷങ്ങളായി സയന്റിസ്റ്റുമാർ ഈ ഒരു സംഭവം വളരെയധികം സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്തൊരു തിയറിയാണ്. പക്ഷെ ഇവഞ്ച്വലി ഈ ഒരു സംഭവത്തെ സയന്റിസ്റ്റുമാർ റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു. ഒന്നാമത്തെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് ഒരു ഗ്രഹം ഉണ്ടാവാനുള്ള മെറ്റീരിയൽസ് ഇല്ല. രണ്ടാമത്തെ കാരണം ആസ്ട്രോയിഡ് ബെൽറ്റിൽ കണ്ടുവരുന്ന എല്ലാ കല്ലുകളും ഒരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാ കല്ലുകളിന്റെയും കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സിമിലർ ആയിരിക്കണം. പക്ഷെ നമ്മൾക്ക് അറിയാവുന്നിടത്തോളം ഈ കല്ലുകളെല്ലാം ഡിഫറെന്റ്, അതായത് വെവ്വേറെ കല്ലുകളാണ്. മൂന്നാമത്തെ കാരണം ജൂപ്പിറ്റർ പോലുള്ള വലിയ ഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ ഇത്ര അധികം ദൂരത്ത് വന്ന് നിൽക്കുന്നതിനുള്ളൊരു ചോദ്യമുണ്ട്. മറ്റുള്ള സൗരയൂഥങ്ങളിൽ ജൂപ്പിറ്റർ പോലുള്ള വലിയ ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സൗരയൂഥത്തിന്റെ കേസ് എടുക്കുക നോക്കുകയാണെങ്കിൽ മെർക്കുറിയിലും അടുത്തൂടെയാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം ദൂരെയാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. മറ്റുള്ള സൗരയൂഥങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ചിലപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ പോലെ തന്നെ ഈ വലിയ ജൂപ്പിറ്റർ പോലുള്ള സംഭവങ്ങളെല്ലാം ഒരുപാടധികം ദൂരെ ആയിരിക്കാം ഫോം ചെയ്തിട്ടുണ്ടാവുക. അത് പിന്നീട് ഇങ്ങനെ അടുത്തടുത്ത് വന്നതായിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനാണ് ശാസ്ത്രലോകം ഇപ്പൊ സ്വീകരിച്ചു വരുന്നത്. പിന്നുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് മാർസ് എന്തുകൊണ്ടാണ് ഒരു നാരങ്ങ പോലെ ഇരിക്കുന്നത്, അതായത് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്ലൂട്ടോട് അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹം മാർസിനെ വന്ന് ഇടിക്കുന്നു. ഈ ഇടിയുടെ ആഘാതത്തിന്റെ ഫലമായിട്ടാണ് ചൊവ്വ ഗ്രഹം ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് പോലെ ഇരിക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനാണ് ശാസ്ത്രലോകം ഇപ്പൊ സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു കഥയിനോട് ഒരാളും യോജിക്കാത്തത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന സയൻസ് അല്ല നാളത്തെ സയൻസ്. നിങ്ങൾ ഇന്ന് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ഫാക്റ്റുകളാണ് എന്ന് പറഞ്ഞ് വായിച്ച് പഠിക്കുന്ന പല കാര്യങ്ങളും നാളെ ചിലപ്പോൾ തള്ളിക്കളയപ്പെടാം. സയൻസ് എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, അത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ല. ആ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനു വേണമെങ്കിലും ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. ആ ഒരു തീമിലൂടെയാണ് അഭിയുഗം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നത്. സയൻസ് മാത്രം കേൾക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി, അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ സയൻസ് ഇല്ല എന്ന് മുദ്ര കുത്തിയ പല കാര്യങ്ങളും ഇപ്പൊ ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ടോപ്പിക്കിനെയും ഒരു തിയറിയെയും കണ്ണടിച്ച് ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഒരു മിസ്റ്ററിയാണ്. ഈ ഒരു ടോപ്പിക്കിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി 1.5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അധികം ക്ലാരിറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കസ്റ്റമായിട്ടുള്ള സ്റ്റാർ മാപ്പുകൾ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അത് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സയൻസിനെ മാത്രം ബയസ് ചെയ്ത് സംസാരിക്കാത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.